നമ്മുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപക്ഷെ ഉറക്കം തന്നെ ഇല്ലാത്തവരാണ് പലരും. വേണ്ടുവണ്ണം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? എന്താണ് സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും ഇങ്ങനൊരു ഉത്തരം ഉണ്ടാവാം. ഞങ്ങൾ ഒടുവിൽ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്, തിരുവചനം ധ്യാനിച്ചിട്ടാണ് കിടക്കുന്നത്. അത് രണ്ടും ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, ഇത് നിങ്ങൾ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് വളരെ ഊർജ്ജസ്വലനായ ഒരു സുവിശേഷ പ്രവർത്തകൻ ഉണ്ടായിരുന്നു. നാവിഗേറ്റേഴ്സ് എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ഡോസൻ റോഡ്മാൻ. ഊന്നൽ കൊടുത്ത് വിശ്വാസികളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: അവസാനത്തെ വാക്ക് അവൻ്റെ വാക്ക്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഉറങ്ങാൻ പോകുമ്പോൾ താൻ ഒരു വചനം ഹൃദ്യസ്ഥമാക്കിയത് ഉരുവിട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. 63-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും തുടർന്ന വാക്യത്തിലും ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ അത്ര വലിയ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എന്നിവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ കിടക്കയിൽ നിന്നെ ഓർക്കും. അത് ഞാൻ ഓർപ്പിച്ചല്ലോ, അവൻ്റെ വചനം അവസാന വചനം. റോഡ്മാൻ പഠിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ ഒരു വചനം മനഃപ്പാടമാക്കിയത് ഉരുവിട്ടുകൊണ്ട് കിടന്നുറങ്ങണം. അത് ഉരുവിട്ടുകൊണ്ട് കിടന്നുറങ്ങിയാൽ നാളെ പ്രഭാതത്തിലും ഇതിലൊരു എഫക്റ്റ് നമുക്കുണ്ടാകും. അതോടുകൂടി ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുമ്പോഴും ഈ ഒരു വാക്യം അത് ജീവൻ ഹൃദയത്തിലേക്ക് ഓടിയെത്തും. അന്നത്തെ ദിവസം മുഴുവൻ ഉന്മേഷം നിലനിർത്താൻ അത് കാരണമായി തീരും. അതിൽ പറഞ്ഞാൽ ഇതാണ് കാര്യം: അവസാനമായി യേശുവിനോട് സംസാരിച്ച് ദൈവത്തിൻ്റെ വചനം പങ്കിട്ട് ദൈവത്തിൻ്റെ വചനം ഹൃദ്യസ്ഥമാക്കി അത് ഉരുവിട്ടുകൊണ്ടുറങ്ങിയാൽ ഉറക്കത്തിൻ്റെ രീതിക്ക് തന്നെ മാറ്റമുണ്ടാകും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഉറങ്ങാൻ പോകുമ്പോൾ വചനം ഉരുവിട്ട് ഉറങ്ങുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അങ്ങയുടെ വചനം സ്ഥിരമായിട്ട് പഠിച്ച് ഉരുവിട്ട് ഒരു സ്വഭാവമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. നന്മ നേരുന്നു. God bless you.